പലപ്പോഴും ഓർഗനൈസറിൽ ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ വരുന്ന ലേഖനങ്ങൾ വാർത്തയാവാറുണ്ട്. ഇത്തവണ എന്തുകൊണ്ടോ അത് വാർത്തയായില്ല. ഞാനിങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് പരിശോധിച്ചതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു വാർത്ത വന്ന് കിടപ്പുണ്ട് ഓർഗനൈസറിൽ. ഇന്ന് മാത്രമല്ല, ഇന്നലെയും. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീർബൽ ദിവസ് 2025 വെൻ ക്രിസ്മസ് സെലിബ്രേഷൻസ് റീപ്ലേസസ് റിമെമ്പറൻസ് പഞ്ചാബ് അറ്റ് എ സിവിലൈസേഷണൽ ക്രോസ് റോഡ്സ്. ഇന്നത്തെ ലേഖനമാണ്, ഇന്ന് വന്നിരിക്കുന്ന ലേഖനം. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഡിസംബർ 26 ചാർ സാഹിബ് സാദയുടെ, അതായത് ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ 4 പുത്രന്മാരുടെ രക്തസാക്ഷിത്വത്തെ ആചരിക്കുന്ന ദിവസമാണ്. എന്ന് 25 അല്ല, 26. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഏർപ്പെടാതിരിക്കുന്നത് എന്നുള്ളത് പഞ്ചാബിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്. അതായത് അവിടെ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, തരക്കേടില്ലാതെ ഇത് ആഘോഷിച്ച് പോവുകയാണ്. അവിടെ വലിയ അതിക്രമങ്ങളൊന്നുമില്ല. അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസറിൽ RSSൻ്റെ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തെക്കുറിച്ചായി പറയുന്നത്, ഇന്ന് വന്നിരിക്കുന്ന ലേഖനത്തെക്കുറിച്ച്. എന്നിട്ട് ബാക്കി പറയുന്നതാണ്. ബാക്കി ലേഖനത്തിലേക്ക് പോയാൽ, എന്നാൽ ഇന്ന് പഞ്ചാബിലെ പലരും വീർബാൽ ദിവസ് ക്രമേണ മറന്നു പോവുകയും സ്വന്തം ചരിത്രത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. സിഖുകാർ സ്വന്തം യഥാർത്ഥ ചരിത്രത്തെ പണയപ്പെടുത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നത് കാണുന്ന ആയിരക്കണക്കിന് വീഡിയോകൾ പുറത്തു വരുന്നു. ഇത് ലജ്ജാകരം മാത്രമല്ല, ദുഃഖകരവുമാണ്. അതായത് മറുവശത്ത് സീസണൽ ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ അവരുടെ തിളക്കമാർന്ന രക്തസാക്ഷിത്വം നിശബ്ദമായി പൊതുജന സ്മരണയുടെ അരികുകളിലേക്ക് തള്ളപ്പെടുന്നു. ഇതാണ്, ഞാനത് മലയാളത്തിലാക്കിയിട്ട് പറഞ്ഞതാണ്. ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന ഓർഗനൈസറിലെ ലേഖനമാണ്. അതായത് ഇത് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനമാണ്. പഞ്ചാബിൽ ഇതുവരെ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. അവിടേക്കുള്ള ഡോഗ് വിസിലാണ് ഇന്ന് ഓർഗനൈസർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്നലെ ഈസ് ക്രിസ്മസ് എ കോപ്പി ഓഫ് ഹിന്ദു ഫെസ്റ്റിവൽസ്. ഇതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസറിലെ ലേഖനം. ഡിസംബർ 24, 2025. ക്രിസ്മസിൻ്റെ തീയതികളുടെ ഈ വിളക്കുകളും സമ്മാനങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഹിന്ദു ഉത്സവങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നതാണ് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. അത് എവിടെ നിന്ന് പോയ, വേറെ എവിടെയോ പോയ ഒരാൾ പഴയ ഏതോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രേഖകളും ചരിത്രമൊക്കെ വെച്ചിട്ടാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് എവിടെ ചെയ്യുന്നതാണ്? ഇത് RSS ചെയ്യുന്നതാണ്. അപ്പോൾ RSS ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്രിഞ്ച് സംഘടനകളായിട്ടുള്ള ഈ ബജരംഗ് ദൾ ആയിക്കോട്ടെ, ഹനുമാൻ സേനയായിക്കോട്ടെ, അങ്ങനെ ശ്രീരാമ സേനയായിക്കോട്ടെ, ഇങ്ങനെ 1,900 സേനകൾ വേറെയുണ്ട്. ഓരോ പ്രദേശത്തേക്കും വേണ്ടത് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിതുപോലെ ഓരോ കുഴപ്പം കാണിക്കും. വളരെ പെട്ടെന്ന് അവരെ കൈയൊഴിയാം. അയ്യോ, അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. പെട്ടവരാണ് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേണ്ടല്ലോ. ഈ പറയുന്ന ഓരോ ക്രിസ്മസ് കാലത്തും ഇതിന് ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഗുരുതരമായ ലേഖനങ്ങൾ വേറെയും വന്നിട്ടുണ്ട്.